ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? സിമ്പിൾ കോഷി ഡിസ്കസ് ചെയ്തു. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ചെയ്തു. 2 ക്വസ്റ്റ്യൻസ് അതിൽ ഡിസ്കസ് ചെയ്തു. ബേസിക്കലി അതിൽ വരാൻ സാധ്യതയുള്ള ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഡീറ്റെയിൽഡ് കോഷ്യറ്റ് എന്താണെന്ന് കൂടി നോക്കണം. ഓക്കെ അല്ല, അപ്പോൾ സ്റ്റോറിയൊക്കെ നമ്മുടെ മൈൻഡിലുണ്ട്. എന്താണ് വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്താൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് അഥവാ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അതിൻ്റെ കൂടെ സെല്ലിംഗ് ഓവർ ഹെഡ് ആഡ് ചെയ്താൽ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസ് കിട്ടും. ഇതാണ് ബേസിക് ആയിട്ടുള്ള രൂപം. പക്ഷേ ഇതിൽ നമ്മൾ പ്രോഫിറ്റ് കാണുന്നുണ്ടല്ലോ അവസാനം. പ്രോഫിറ്റ് കാണുമ്പോൾ ഞാൻ തൊട്ട് മുമ്പ് ബേസ് എടുത്തപ്പോൾ പറഞ്ഞു, അതായത് നമ്മുടെ എക്സ്പയർഡ് കോസ്റ്റ് ആൻഡ് അൺഎക്സ്പയർഡ് കോസ്റ്റ്. ഏതാണ് എക്സ്പയർഡ് കോസ്റ്റ് ആൻഡ് അൺഎക്സ്പയർഡ് കോസ്റ്റിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പ്രോഫിറ്റ് കാണാൻ. അതായത് എക്സ്പയർഡ് കോസ്റ്റ് വെച്ച് പ്യുവർലി എക്സ്പയർഡ് കോസ്റ്റ് വെച്ച് മാത്രമേ പ്രോഫിറ്റ് കാണാൻ പാടുള്ളൂ. എന്തെങ്കിലും അൺഎക്സ്പയർഡ് കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാ എക്സ്പയർഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിലെ കൺക്ലൂഷനായിട്ട് നമ്മൾ പറഞ്ഞ 2 തരത്തിലുള്ള സ്റ്റോക്കുകൾ അതിൽ വാല്യൂ ചെയ്യുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ സ്റ്റോക്ക് ആയതുകൊണ്ട് ഈ വർഷം അതെന്ത് ചെയ്യും? എക്സ്പയർ ആയിപ്പോവും. ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ നോട്ട് എക്സ്പയർഡ്, വിച്ച് മീൻസ് അൺഎക്സ്പയർഡ് ആണ്. ഈ 2 കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഓപ്പണിംഗ് സ്റ്റോക്ക് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് കോസ്റ്റിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ഈ നമ്മുടെ സിമ്പിൾ കോസ്റ്റ് ഷീറ്റിൽ അത് ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ? ഏതെങ്കിലും ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ നമ്മൾ ചെയ്തില്ലല്ലോ, ക്വസ്റ്റ്യനിലൊന്നും വന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റിലും വന്നില്ല, അപ്പോൾ ഒന്നിലും വന്നില്ല. അപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. അപ്പോൾ ആ ടാർഗറ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എങ്ങനെ അത് ചെയ്യാം എന്നുള്ളത് നമുക്ക് നേരെ എന്തിലേക്ക് പോകാം? നമ്മളതിൻ്റെ ഡിസ്കഷനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ എവിടെയൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊരു ആൻസർ കാണാൻ പറ്റും. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 3 സ്ഥലങ്ങൾ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു. ആ 3 സ്ഥലത്താണ് ഈ സ്റ്റോക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ അല്ലേ? വെയർ ഹൗസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്. മൊത്തത്തിലൊരു 3 സ്ഥലം പറയാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഫസ്റ്റ് സ്ഥലം ഏതാണ്? സ്റ്റോഴ്സ്. ഫസ്റ്റ് സ്ഥലം സ്റ്റോർ റൂം അഥവാ സ്റ്റോഴ്സ്. രണ്ടാമത്തെ അവിടുന്ന് സ്റ്റോക്ക് കൊണ്ടുപോകുന്ന സ്ഥലം, അതാണ് എന്ത് വിളിക്കുന്നത്? ഫാക്ടറിക്കല്ലേ ഇത് കൊണ്ടുപോവുക. രണ്ടാമത്തെ സ്ഥലം ഫാക്ടറിയാണ്. മൂന്നാമത്തെ സ്ഥലം അത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, ദാറ്റ് ഈസ് കോൾഡ് വെയർ ഹൗസ്. എവിടെയാണ് എടുത്ത് വെക്കുക? വെയർ ഹൗസ്. ഓക്കെ അല്ലേ? ഈ 3 സ്ഥലമാണ് ബേസിക്കലി ഉള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ചോദിക്കും സെയിൽസിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ സെയിൽസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന വെയർ ഹൗസിനോട് ചേർന്നിട്ടായിരിക്കും. അപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കീപ്പ് ചെയ്യുന്ന പ്ലേസിനെയാണ് എന്ത് വിളിക്കുക? വെയർ ഹൗസ് എന്ന് വിളിക്കുക. അപ്പോൾ രണ്ടും റിലേറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, ഗുഡ്. അപ്പോൾ സ്റ്റോഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊണ്ടുപോയി വെച്ചു? നേരത്തെ കേസിൽ എക്സാമ്പിൾ റോ മെറ്റീരിയൽ കൊണ്ടുപോയി വെച്ചു അല്ലേ? റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ കേസിൽ മാംഗോ ഒക്കെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ 1 ഡേ ഇൻ ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കൊണ്ടുവരുന്ന ഒരു 10 കിലോ മാംഗോ കൊണ്ടുവന്നു. ആ 10 കിലോ അന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് തീരണോ? നിർബന്ധമൊന്നുമില്ലല്ലോ. സം മേ ബി ബാലൻസ് ഉണ്ടാവില്ലേ? അങ്ങനെ ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ എന്ത് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഫുള്ള് കാലി ആവണമെന്നില്ല. ദർ വിൽ ബി സം സ്റ്റോക്ക് ലെഫ്റ്റ്. ദാറ്റ് സ്റ്റോക്ക് ഈസ് നോൺ ആസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്ത മെറ്റീരിയലോ ഗുഡ്സോ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു? അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ സ്റ്റോർ റൂമിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? വിച്ച് മീൻസ് അവിടെയുള്ള ആ കോസ്റ്റ്, ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഎക്സ്പയർഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ആ സ്റ്റോർ റൂമിൻ്റെ ഭാഗത്ത് ചെയ്യണം. അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ തൽക്കാലം അവിടെ മനസ്സിലാക്കാം. സ്റ്റോർ റൂമിൽ നമ്മൾ റോ മെറ്റീരിയൽ കൊണ്ടുപോയി വെക്കുന്നു. അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ അവിടെ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. എന്തുണ്ടാവും? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഉണ്ടാവും. അതേപോലെ എന്തുണ്ടാവും? പിറ്റത്തെ ദിവസം, ഒരു ദിവസത്തെ എൻഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ഇറ്റ് വിൽ ബിക്കം എന്തായി മാറും? ഇറ്റ് വിൽ ബിക്കം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേപറ്റി ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ വർഷത്തെ ബിഗിനിങ്ങിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവില്ലേ? യെസ് ഓർ നോ? ഒരു ദിവസം ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അടുത്ത ദിവസം അത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ റൂള് റോ മെറ്റീരിയലിന് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും എവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? നമ്മുടെ സ്റ്റോർ റൂമിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പോയിന്റ് നമ്പർ 1 അണ്ടർസ്റ്റാൻഡബിൾ അല്ലേ? ഗുഡ്. അപ്പോൾ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ റോ മെറ്റീരിയലിനെ നേരെ കൊണ്ടുപോയി, ഇപ്പോൾ മാംഗോൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ മാങ്ങാച്ചാറിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് കൊണ്ടുപോയി ഫാക്ടറിയിൽ കൊണ്ടുപോയി ഒരു 10 കിലോ കൊണ്ടുപോയി മുറിച്ച് സെറ്റാക്കിയെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ 5 കിലോ കൊണ്ടുപോയി മുറിച്ച് സെറ്റാക്കി. അപ്പോൾ ഈ 5 കിലോന് അവിടെ ഫാക്ടറിയിലുണ്ട്. അത് എന്ത് ചെയ്യണം? മുറിച്ച് സെറ്റാക്കി അതിൽ ഉപ്പ് തേച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ 2.5 കിലോ നമ്മൾ ഉച്ചയായപ്പോൾ ഇതിന് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല സെറ്റായി. ഉച്ചയ്ക്ക് ശേഷം ബാക്കി 2.5 കിലോൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങി. പക്ഷേ അത് കംപ്ലീറ്റ് ആയില്ല. കാരണം 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഡയറക്റ്റ് ലേബർ വർക്ക് ചെയ്യില്ല, അവർ പോയി. അപ്പം ദ സെയിം ഡേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തില്ല?
അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നോക്കുമ്പോൾ എല്ലാ അച്ചാറായില്ല, 2.5 കിലോൻ്റെ അച്ചാറല്ലാത്തൊരു സാധനമുണ്ട്. അത് ഓൾറെഡി മുറിച്ചൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ തേച്ചിട്ടുണ്ട്, നമ്മളതിൽ പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ അച്ചാർ ഉണ്ടാക്കിയില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി 5th ഡേ, സോറി, ആ ഡേയുടെ എൻഡിൽ ഒരു 2.5 kg ഓഫ് എന്ത് ചെയ്യുക മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മളെ മെറ്റീരിയൽസിനെ പകുതി മുറിച്ചൊരു സംഭവം അവിടെ ഇരിക്കുന്നുണ്ട്. വിച്ച് മീൻസ് അതിപ്പോഴും മാംഗോ എന്ന് പറയാൻ പറ്റും, ഫുള്ളി റോ മെറ്റീരിയലാണ്. അല്ല, അത് നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, ബട്ട് കംപ്ലീറ്റ് ആയില്ല. വിച്ച് മീൻസ് എന്താണ്, പാർട്ട്ലി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ അല്ലേ, പാർട്ട്ലി പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ആയി. വിച്ച് മീൻസ് അതിനൊരു പേരുണ്ടോ? ഉണ്ട് സാർ. വാട്ട് ഈസ് ദ പേര്? വർക്ക് ഇൻ പ്രോഗ്രസ്. എന്താ വിളിക്കുക? അതിനെ വിളിക്കാം വർക്ക് ഇൻ പ്രോഗ്രസ്, അഥവാ ഷോർട്ട് ഫോമിൽ നമ്മൾ WIP എന്ന് വിളിക്കും. ഈ സാധനം അവിടെ ഉണ്ടാവും. അത് എൻഡ് ഓഫ് ദി ഡേ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോസിംഗ് എന്ന് വിളിച്ചൂടെ? അപ്പോൾ ക്ലോസിംഗ് WIP അല്ലേ ഉണ്ടാവാതെ. അത് പിറ്റത്തെ ദിവസം എന്തായിരിക്കും? ഓപ്പണിംഗ് WIP. വിച്ച് മീൻസ് സ്റ്റിൽ അതൊരു സ്റ്റോക്ക് അല്ലേ, റോ മെറ്റീരിയൽ സ്റ്റോക്ക് തന്നെയല്ലേ, അല്ലാതെ വേറെ സംഭവം ഒന്നും അല്ലല്ലോ. യെസ്. അപ്പോൾ അതെന്താണ്? ഓപ്പണിംഗ് WIP, ക്ലോസിംഗ് WIP. പാർട്ട്ലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്, ഫുള്ളി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിന് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കും, പാർട്ട്ലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിനും സ്റ്റോക്ക് എന്ന് വിളിക്കും. അവിടെ ഉണ്ടെങ്കിലും മതി, അവിടെ ഇല്ലെങ്കിലോ ക്വസ്റ്റിൽ തന്നിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒരു ഫുള്ളി പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഈ അച്ചാറിൻ്റെ കേസൊക്കെ പിന്നെ നമുക്ക് ഒഴിവാക്കാം. ഒരു കാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ദിവസം കൊണ്ട് ഒരു കാർ ഉണ്ടാക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം കൊണ്ട് ഒരു ബൈക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ദിവസം എടുക്കും അല്ലേ. അപ്പോൾ കുറേ ദിവസങ്ങൾ എടുത്താണ് ഒരു കാറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. ഒറ്റ കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് മാസങ്ങളോളം എടുക്കും. ഓക്കെ അല്ലേ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം അത് എന്തായിരിക്കും? പാർട്ട്ലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആയിട്ട് സ്റ്റോക്കിൽ ഇരിക്കുന്നുണ്ടാവും. വിച്ച് മീൻസ് അത് നമ്മൾ വിറ്റിട്ടില്ലാത്ത സംഭവമല്ലേ, സ്റ്റോക്കിൽ നമ്മളെ കോസ്റ്റ് കുടുങ്ങിക്കിടക്കല്ലേ. വിച്ച് മീൻസ് അത് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ അത് ക്ലോസിംഗ് സ്റ്റോക്കും, പിറ്റേ ദിവസം അത് ഓപ്പണിംഗ് സ്റ്റോക്കും. വിച്ച് മീൻസ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ ഓപ്പണിംഗ് സ്റ്റോക്കും എൻഡിലെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് അത് ഉണ്ടാവും. ഓക്കെ. അടുത്തത് വെയർ ഹൗസ്. വെയർ ഹൗസിലേക്ക് ഈ പ്രൊഡ്യൂസ് ചെയ്തതല്ലേ കൊണ്ടുപോകുള്ളൂ, പാർട്ട്ലി ഫിനിഷ്ഡ് കൊണ്ടുപോകുമല്ലോ. പ്രൊഡ്യൂസ് ചെയ്തതിന് നമ്മൾ എന്താ വിളിക്കുക? ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താ വിളിക്കുക? ഫിനിഷ്ഡ് ഗുഡ്സ്, കംപ്ലീറ്റഡ് ഗുഡ്സ് എന്നൊക്കെ പറയുന്ന സംഭവം. ഈ കംപ്ലീറ്റഡ് ഗുഡ്സും ഇതേപോലെ അവസ്ഥയാണ്. ഈ വെയർ ഹൗസിൽ നിന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? സെയിൽ ചെയ്യാൻ ഓർഡർ വന്നാൽ എടുത്ത് കൊണ്ടുപോകും. പക്ഷേ എന്ത് ചെയ്യുക, എന്നും നമ്മളെ വെയർ ഹൗസിൽ നിന്നും കാലിയായിട്ടാണ് ഇരിക്കുക. അല്ല, ദർ വിൽ ബി ഓൾവേസ് ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ സം ബാലൻസ് ഈസ് ദർ. നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വാട്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതേപോലെ എന്തുണ്ടാവും? ഓപ്പണിംഗ് സ്റ്റോക്ക് പിറ്റേ ദിവസം ഉണ്ടാവും. അപ്പോൾ അതേപോലെ അവിടെ എന്തുണ്ടാവും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. വിച്ച് മീൻസ് അതിൻ്റെ അർത്ഥം ബിഗിനിങ് ഓഫ് ദി ഇയറിൽ അവിടെ എന്തുണ്ടാവും? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. എൻഡ് ഓഫ് ദി ഇയറിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഫിനിഷ്ഡ് ഗുഡ്സ് അവിടെ നമുക്ക് എന്ത് ചെയ്യുക? കാൽക്കുലേഷന് വേണ്ടി വരും. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ ഈ 3 ഏരിയാസ് ആണുള്ളത്. ഈ 3 ഏരിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഏരിയ റോ മെറ്റീരിയലിൻ്റെ, രണ്ടാമത്തെ ഫാക്ടറിൻ്റെ ഏരിയ, മൂന്നാമത്തത് വെയർ ഹൗസിൻ്റെ ഏരിയ. ഈ ഒരു സ്റ്റേജിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ 3 ഏരിയയിലും എന്തുണ്ടായിരിക്കും? സ്റ്റോക്ക് വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ഏരിയയിൽ വരുന്ന കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. ഫസ്റ്റ് വരുന്ന സ്റ്റോർ റൂം കീപ്പ് ചെയ്യുന്നു. സ്റ്റോർ റൂമിൽ കീപ്പ് ചെയ്യുന്ന സാധനം റോ മെറ്റീരിയലിലെ. അപ്പോൾ ഏത് കോസ്റ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? റോ മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. റോ മെറ്റീരിയലിൻ്റെ എന്ത് കോസ്റ്റ്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരല്ലേ. അപ്പോൾ അതിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത വാല്യൂവിൻ്റെ കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. യെസ് ഓർ നോ? ഓക്കെ അല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം, കാരണം ഓപ്പണിംഗ് സ്റ്റോക്ക് എക്സ്പയർഡ് ആണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്ന് പറയുന്ന സാധനം എന്തിൻ്റെ കൂടെ? പർച്ചേസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ചെയ്തു, നിങ്ങൾക്ക് വരുമ്പോൾ തല്ലൊന്നും ഉണ്ടാക്കരുത്. എന്ത് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് പ്ലസ് ഓപ്പണിംഗ് സ്റ്റോക്കിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്. ഇങ്ങനെ എഴുതിയോണ്ട് ഭയങ്കര തെറ്റാണ് മക്കളെ. ഒരു തെറ്റില്ല, ഞാൻ ഓർഡറിൽ എഴുതിയെന്നുള്ളൂ. തിരിച്ചെഴുതിച്ചിട്ടും ആൻസർ ഒന്നും മാറാൻ പോകുന്നില്ല. പർച്ചേസ് ചെയ്ത് പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു ഫ്ലോയിൽ എഴുതി പോകുന്നു എന്ന് പറയും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു സംഭവം. ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? അങ്ങനെ തന്നെ എഴുതുന്നത്. പിന്നെ പോരാതെ നമ്മൾ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ അല്ലേ. ഇതിലൊരു കാര്യം, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വരുന്ന ഓൾ കോസ്റ്റ് വരും. അത് പർച്ചേസ് കോസ്റ്റ് വരാം, അത് കൊണ്ടുവരാനുള്ള ഓർഡറിംഗ് കോസ്റ്റ് വരാം. അതായത് അത് കൊണ്ടുവരാനുള്ള കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ക്യാരേജ് ഇൻവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരുന്ന കോസ്റ്റ് നമുക്ക് എന്താ വിളിക്കാം? ക്യാരേജ് ഇൻവാർഡ് എന്ന് വിളിക്കാം. ഇതൊക്കെ മെറ്റീരിയലിൻ്റെ പർച്ചേസ് കോസ്റ്റിൽ വരും കേട്ടോ. ഓക്കെ അല്ലേ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് അത് വരാം. അതായത് പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാ കോസ്റ്റിനെയാണ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ എന്ന രീതിയിൽ നമ്മൾ വിളിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റോ മെറ്റീരിയലിൻ്റെ കറക്റ്റ് കോസ്റ്റ് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്. എന്താ വിളിക്കുക? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, യൂസ്ഡ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ നെറ്റ് എഫക്റ്റായിട്ട് നമ്മൾ ഈ വർഷം യൂസ് ചെയ്തത് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. ഓക്കെ അല്ലേ. ഗുഡ്. അതാണ് ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് ഏതിനെ എന്ന് പറയുന്നു? നമ്മൾ റോ മെറ്റീരിയൽ എവിടെ? സ്റ്റോർ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. റോ മെറ്റീരിയൽ സ്റ്റോർ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ ഗുഡ്. അപ്പോൾ സ്റ്റോർ റൂമിലുള്ള സംഭവം, സ്റ്റോർ റൂമിലുള്ള സ്റ്റോക്സ്, റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു?
അതിൻ്റെ കോസ്റ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. സ്റ്റോഴ്സിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ്, അതിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ബോത്ത് ആർ സെയിം. ഓക്കെ അല്ലേ? നോ പ്രോബ്ലം. രണ്ടാമത് നമ്മൾ ഉള്ള പ്രശ്നം ഫാക്ടറിയിലാണ്. ഫാക്ടറിയിലുള്ള കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ ഫാക്ടറി കോസ്റ്റ്, അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം. അത് ഞാൻ ആ ഫോർമാറ്റിൽ കാണിച്ചു തരാം. പിന്നെ അതേപോലെ വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുപോയി വെച്ചതല്ലേ, അതിന് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നില വരെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ സ്റ്റോറിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഫാക്ടറിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, വെയർ ഹൗസിൽ. സ്റ്റോറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ കാണിച്ചു തന്നു. ഫാക്ടറിയിലും വെയർ ഹൗസിലെയും അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ അതിൻ്റെ ഫുൾ ഫോർമാറ്റ് ഒന്ന് വരക്കാം. ഓക്കെ അല്ലേ? ഇൻക്ലൂഡിങ് ഓൾ ദി സ്റ്റോക്സ്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഫോർമാറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ പ്രശ്നമുണ്ടോടാ? പറയടാ ഇല്ലല്ലോ. നമുക്കതൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ഗുഡ്. അപ്പോൾ നമുക്കതൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഷാൽ വി ഡു ഇറ്റ്? യെസ്. അപ്പോൾ ആദ്യം എന്താ നമ്മൾ എഴുതേണ്ടത്? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് എഴുതേണ്ടത്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. കാരണം റോ മെറ്റീരിയൽ നമ്മൾ പഴയ പോലെ എഴുതാൻ പറ്റുമോ? ഇല്ല. ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി, പിന്നെ അതിൻ്റെ കൂടെ പർച്ചേസ് എഴുതി, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ അത് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? അതിന് കൂടി ആഡ് ചെയ്തിട്ടിട്ട് മൈനസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതങ്ങനെ ആഡ് ചെയ്തിട്ടിടാം. ഇനി ഇവിടെ എന്തെങ്കിലും ക്യാരേജ് ഇൻവാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതൊക്കെ അതിന് വരുന്ന റിലേറ്റഡ് ആയിട്ട്, അതായത് പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മളിവിടെ പ്രസൻറ്റ് കണ്ടീഷനിൽ എത്തിക്കുന്ന വരെയുള്ള എല്ലാ കോസ്റ്റും എന്താണ്? നമ്മുടെ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ കോസ്റ്റാണ്, അല്ലെങ്കിൽ പർച്ചേസ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയാം. അപ്പോൾ അത് ആഡ് ചെയ്തു. അതിൽ നിന്ന് എന്ത് കുറക്കാം? നമുക്ക് ക്ലോസിങ് സ്റ്റോക്ക് മൈനസ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്ത് ടോട്ടൽ ചെയ്തിരുന്നത് നല്ലതാണ്, വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം. മൈനസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസിങ് സ്റ്റോക്ക് ഞാൻ അലമ്പാക്കുന്നില്ല. ഓക്കെ, ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ഓക്കെ അല്ലേ? ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ എഴുതുന്നു. ഓക്കെ, റോ മെറ്റീരിയൽ. ഇനി എന്ത് ചെയ്യുന്നു? അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് മൈനസ് ചെയ്യുന്നു? ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ മൈനസ് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ ഓർ റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കിട്ടും. ഇതല്ലേ നേരത്തെ ഞാൻ കണ്ടെത്തിയ സംഭവം? ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ മാത്രം എഴുതുന്നതിന് പകരം ഈ രീതിയിലുള്ള കാൽക്കുലേഷൻ എഴുതും. ഓക്കെ, ഓപ്പൺ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക, ക്ലോസിങ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുക. അത് രണ്ടും ഇല്ലെങ്കിലും ഒന്നും ചെയ്യേണ്ട, നേരെ കിട്ടുന്നതിനായിരിക്കും കൺസംഷൻ. ഓക്കെ അല്ലേ? ഗുഡ്. അപ്പോൾ അത് കിട്ടി. രണ്ടാമത് നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഇതിൻ്റെ കൂടെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ കൂടെ നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന സാധനം എന്താണ്? ഡയറക്റ്റ് ലേബർ അഥവാ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യുന്നു, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു. ഇതിലൊന്നും വ്യത്യാസമുണ്ടോ? ഇല്ല. ഇനി ഫസ്റ്റ് നമ്മൾ സ്റ്റോറിൽ വ്യത്യാസം വന്നു. ഇനി അടുത്ത വ്യത്യാസം വരേണ്ട സ്ഥലം ഏതാണ്? അടുത്ത വ്യത്യാസം വരേണ്ട സ്ഥലം ഫാക്ടറിയാണ്. അപ്പോൾ അതുവരെ ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റ് കിട്ടിയല്ലോ. പ്രൈം കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യണം. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന സാധനം നമ്മൾ വിളിക്കാറ് ഫാക്ടറി കോസ്റ്റ് എന്നാണ്. ഇവിടെ അല്ലേ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളൂ. ഞാൻ പേരിന് ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണ്. ഫാക്ടറി കോസ്റ്റ് തന്നെ, പക്ഷെ എന്ത് വിളിക്കും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. എന്താ വിളിക്കാം? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ചെറിയൊരു ചേഞ്ച് വരുത്തുന്നുണ്ട്. ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് നേടി, ഫാക്ടറി കോസ്റ്റ് തന്നെയാണ് സംഭവം, ഗ്രോസ് ആക്കിയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ഓപ്പണിംഗ് WIP, വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ ആഡ് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്? ഓപ്പണിംഗ് WIP ആഡ് ചെയ്തു. അത് ആഡ് ചെയ്തു. എന്ത് ലെസ് ചെയ്യണം? ക്ലോസിംഗ് WIP, വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് WIP ആഡ് ചെയ്ത് ക്ലോസിംഗ് WIP ലെസ് ചെയ്താൽ നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. എന്താ കിട്ടിയത്? നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടിയാൽ പിന്നെ നമ്മുടെ പണി എന്താ? നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ എന്ത് ആഡ് ചെയ്യണം? അപ്പോൾ നമ്മൾ നോർമലി ഗ്രോസ് എന്നുള്ളത് എന്തായി മാറി? ഗ്രോസിൻ്റെ കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അത് നെറ്റായി മാറി. ഗ്രോസ് ആൻഡ് നെറ്റ്, ദ ടേം യു ഫെമിലിയർ, ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്. അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, നെറ്റ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയത് മുതൽ അതിൻ്റെ പേര് നെറ്റ് ഫാക്ടറി കോസ്റ്റ് എന്നായി. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു? അത് ആഡ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടുക കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതിൽ പേര് മാറ്റമുണ്ടോ? പേര് മാറ്റുന്നില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതുവരെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുള്ള കോസ്റ്റായി. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബിഫോർ മൂവിങ് ഒരു പുതിയ നെയിം അവിടെ പഠിക്കാം. പുതിയ നെയിമെന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, എന്നാലും നമുക്ക് പഠിക്കാം. ഇതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യണം. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം? വെയർ ഹൗസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന. അപ്പോൾ വെയർ ഹൗസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ലെസ് നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ മൈനസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും? അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്താ വിളിക്കുക?
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള സംഭവമാണ് കിട്ടുക. ക്ലിയർ അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്ന സംഭവം കിട്ടും. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇനി വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 3 അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി നോക്കാം. ഒന്ന് റോ മെറ്റീരിയലിൻ്റെ, രണ്ടാമത്തെ WIP, മൂന്നാമത്തത് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ 3 സ്റ്റോക്കുകൾ അഡ്ജസ്റ്റ് ചെയ്തില്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്തു, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്തു. വൈ യു ആർ ആഡിങ് ഓപ്പണിംഗ് സ്റ്റോക്ക്, വൈ യു ആർ ലെസ്സിങ് ക്ലോസിംഗ് സ്റ്റോക്ക്? ക്വസ്റ്റ്യൻ അറൈസസ്, യെസ് ഓർ നോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്ത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ആൻസർ ഉണ്ട്. ബിക്കോസ് ഓൾറെഡി വി ആർ സ്റ്റഡീഡ് വാട്ട് വി ആർ സ്റ്റഡീഡ് ദ എക്സ്പയർഡ് കോസ്റ്റുകൾ നമ്മൾ ഈ കോസ്റ്റ് പ്രോഫിറ്റ് കാണുമ്പോൾ ആഡ് ചെയ്യണം. എന്ത് ലെസ് ചെയ്യണം? അൺഎക്സ്പയർഡ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് എക്സ്പയർഡ്, അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അൺഎക്സ്പയർഡ്. അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടേ? യെസ്, ഗുഡ്. അപ്പോൾ അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിൻ്റെ മുകളിൽ പിന്നെ സാധാ പോലെ ഇനി അടുത്തത് സാധാരണ സെല്ലിംഗ് ഓവർഹെഡ് ആണ് ആഡ് ചെയ്യാനുള്ളത്, അത് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടും. ഇവിടെ ഒന്നും വ്യത്യാസമില്ല. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഓക്കെ അല്ലേ? യെസ്, പ്രോഫിറ്റ് ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസ് കിട്ടും. ഇതാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല മക്കളെ. ഓക്കെ, ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ എന്തേ ഉള്ളൂ അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. നമുക്കൊന്ന് ഓടിച്ചുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് minus closing stock of raw material, we will get direct material consumed. Okay, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്തു? ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി. ഇനി അതിൻ്റെ കൂടെ ഡയറക്റ്റ് ലേബർ ആഡ് ചെയ്തു, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തു, പ്രൈം കോസ്റ്റ് കിട്ടി, പ്ലസ് ഫാക്ടറി ഓവർഹെഡ് നമുക്ക് എന്ത് കിട്ടി? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് ഒന്നുകൂടി വായിച്ചു തരുന്നത്. നെക്സ്റ്റ് ഓപ്പണിംഗ് WIP ആഡ് ചെയ്തു, എന്ത് ലെസ് ചെയ്തു? ക്ലോസിംഗ് WIP ലെസ് ചെയ്തു. വി വിൽ ഗെറ്റ് നെറ്റ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ നെറ്റ് ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്തു? അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. പ്ലസ് സെല്ലിംഗ് ഓവർഹെഡ് ആഡ് ചെയ്തു, അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽ കിട്ടി. പ്ലസ് പ്രോഫിറ്റ്, നമുക്ക് സെയിൽസ് കിട്ടി. ഓക്കെ അല്ലേ? ഇതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ഏതാണ് അതിൻ്റെ ഫോർമാറ്റ്? ദിസ് ഇസ് കോൾഡ് ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റ്. ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റിൽ എന്താ ഡീറ്റെയിലിംഗ് വന്നത്? നമ്മൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലിംഗ് നടത്തി. ഓക്കെ അല്ലേ? എന്തിൻ്റെ ഡീറ്റെയിലിംഗ് നടത്തി? സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലിംഗ് നടത്തി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽഡ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. നെക്സ്റ്റ് നമുക്കതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സെറ്റ്.